ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ സൗദി അറേബ്യയിലെ സബ്യയിലെ ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എല്ലാ ട്യൂസ്ഡേയിലും 6 മണി മുതൽ ഒരു 11 മണി വരെയൊക്കെ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റാണിത്. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡൊക്കെ കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓഫ് റോഡ് റൈഡ് പോകുന്ന പോലെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പിലാണെങ്കിൽ ടൊയോട്ടയുടെ ഹൈലക്സും നിസാൻ്റെ വണ്ടികളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടത് ടൊയോട്ടയുടെ ഹൈലക്സ് വണ്ടിയാണ്. ഈ ഒരു റോഡിൻ്റെ എൻഡിലാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് വരുന്നത്. ഈ സൗദി അറേബ്യയിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ആ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ പാർക്കിംഗ് ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്തുള്ളത് ഇതായിരുന്നു. സോ അതുവഴി ഇങ്ങ് കയറിയതാണ്. ഞങ്ങൾ ബേർഡ്സിനൊന്നും മേടിക്കാൻ വേണ്ടി വന്നതല്ല, മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ബേർഡ്സിൻ്റെ സെക്ഷനിൽ ഇവിടെ കോഴി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഴിയുണ്ട്, അത് പീസായിട്ടാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഇവിടുന്ന് വാങ്ങിച്ചാലും നമുക്കത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഒരു 1 BHK. അവിടെ ഈ കോഴീൻ്റെ ഒന്ന് വെട്ടാൻ മാത്രമുള്ള ഇതില്ല. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രാവുകളുണ്ട്. പ്രാവിൻ്റെ വലിയ ഏതാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയാത്തതുകൊണ്ട്. പിന്നെ നായകളുണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് യമനിലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും. ഇത് ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സിന് താഴെയായിട്ട് നമ്മളെ നാട്ടിലെ സെയിം കോഴിക്കുട്ടികൾ കളർ ചെയ്തത്. നാട്ടിൽ റോഡ് സൈഡിലിട്ട് വിൽക്കുന്നു, ഇവിടെ കൂട്ടിലിട്ട് വിൽക്കുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, യമനിലെ ഒരുപാട് ഫ്രഷ് ഐറ്റംസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ലൈക്ക് തേന് അവർ തന്നെ എടുത്ത് അവർ തന്നെ റിഫൈൻ ചെയ്ത് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്ന് ഈ പാക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാട്ടും ഇതും തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, 3 മാസമായിട്ടേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു ജീസാനിലോട്ട് സ്ഥലം മാറി വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇവിടെ ജീസാനിലുണ്ട്. 1.5 വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും ജോലിക്ക് പോവും, രാത്രി വന്ന് കിടന്നുറങ്ങും എന്നല്ലാതെ ഈ ഫ്രൈഡേയിലൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നുറങ്ങും. അങ്ങനെ പുറത്തൊന്നും പോക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഭക്ഷണം തന്നെ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചിട്ട് വരും എന്നല്ലാതെ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സൗദി അറേബ്യ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസും ഒക്കെ ഉണ്ട് ഇവിടെ. നിങ്ങളിവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യരുത്. സോ അങ്ങനെയാണ് ഈ മീൻ കിട്ടാവുന്നൊരു നല്ല സ്ഥലം അന്വേഷിച്ചാണ് ഈ ഒരു മാർക്കറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഇത് ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു, ഹസ്ബൻഡിനും അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് അറിഞ്ഞാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ വരുന്നത് 12 മണി എങ്ങാനായപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യങ്ങളും ഇല്ല. ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ വീണ് കിടക്കുക എന്നല്ലാണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് കഴിഞ്ഞൊരു ഇതുപോലും ഇല്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ടറിഞ്ഞു രാവിലെ 6 മണി മുതലാണ് 11 മണി വരെയൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന്. പിന്നെ ആ സമയം കണക്കാക്കി വന്നതാണ് ഞങ്ങൾ. പിന്നെ ആടുണ്ട് ഇവിടെ ഒരുപാട്. നമ്മളെ നാട്ടിലെ ആടല്ല, ഈ ആട് ഓക്കെ. പക്ഷേ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വൈറ്റ് കളറുണ്ട്. വൈറ്റ് കളർ ആട് നമ്മുടെ നാട്ടിലെ പോലെയല്ല. അതിൻ്റെ വാലൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മേ ബി ഉണ്ടാവും നാട്ടിൽ, ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നേരെയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെയുള്ള ആടിനെ കാണുന്നത് തന്നെ.
ഇതൊക്കെ ഓരോരുത്തർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ സൈഡിൽ ഇട്ടത്. അപ്പുറത്തൊക്കെ ഇട്ടിരിക്കുന്ന അത് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നവരാണെന്ന് തോന്നുന്നത്. വെച്ചാൽ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അറക്കുന്നതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, നമ്മളിവിടുന്ന് ആരും വാങ്ങിക്കൊണ്ടുവന്നൊന്നും കണ്ടില്ല. ഫസ്റ്റ് വരുമ്പോൾ തൊട്ടേ ഇങ്ങനെ കൂട്ടിലിട്ട് കാണും. ഇതിൻ്റെ അടുത്തോട്ടൊന്നും ആരും വരുന്നത് കാണാറില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെയാണ്. എല്ലാ പൊടികളും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ പരിപ്പ്, പയറ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ യമൻ്റെ സ്വീറ്റ് ഉണ്ട്, ഹോം മെയ്ഡ് സ്വീറ്റൊക്കെ കിട്ടും ഇവിടെ. അതൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം വന്നപ്പോൾ. നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറിയൊക്കെ അഫോർഡബിൾ പ്രൈസാണ്. നാട്ടിൽ കിട്ടുന്ന ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു പൈസയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഗാവ, പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നാൽ നമുക്ക് എല്ലാവിധം മീനുകളും അവിടെ അവൈലബിൾ ആണ്. ചില ആൾക്കാർ പറയും നാട്ടിൽ നിന്ന് ഉണക്കമീൻ കൊണ്ടുപോകുന്നത് ഇവിടെ കിട്ടൂല എന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇവിടെ എല്ലാ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ പച്ചക്കറിയുടെ സെക്ഷനാണ് കേട്ടോ. ക്യാബേജിനൊക്കെ ഇവിടെ ഒരുപാട് വിലക്കുറവാണ്. ഇവിടെ 1 റിയാൽ എങ്ങാനേ ഉള്ളൂ. ഇത് പയറും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇവിടുന്ന്. പിന്നെ മറ്റേ നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക, ഇതൊക്കെ ഉണ്ട്. ഈ പാക്കറ്റിലൊക്കെ ഇരിക്കുന്നത് ഗാവയാണ്. ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്നുകൊണ്ട് തന്നെ ഈ ചുറ്റിയൊക്കെ കറങ്ങി ഞങ്ങൾ മീനിൻ്റെ ഇതിലേക്ക് തന്നെ വന്നു. ഇന്നിവിടെ കുറച്ച് കുറവാണ് മീൻ. ഇവിടെ ആൾക്കാർ ഇന്ന് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഭയങ്കര റഷാണ്. ഇത് ഉണക്കമീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉണക്കമീനുണ്ട്, അതേപോലെ വലിയ മീനുകളുണ്ട്. ഒരു വട്ടം ഇവിടെ വന്ന് മീൻ വാങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കഴിക്കാൻ പറ്റും ഇവിടെ നിന്ന്. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളുണ്ട്, അവരെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. കുറച്ചുകൂടെ മുമ്പോട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഓർണമെൻറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഡ്രസ്സ് ഉണ്ട്. നാട്ടിലെ പോലത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും. കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ വാങ്ങിക്കുന്ന മീൻകാരൻ. സോ അവരെ നോക്കിയിട്ടാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ കച്ചവടം കഴിഞ്ഞതാണ്. ലാസ്റ്റ് ടൈം വന്ന് ഇവിടെയൊക്കെ മീനുണ്ടായിരുന്നു, ഒരുപാട് മീനുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ്. നമുക്ക് ഒരു മീൻ മതി. ഒരു മീൻ കൊണ്ട് ഒരാഴ്ച കഴിയും. പിന്നെ അടുത്ത ചൊവ്വാഴ്ച വന്നിട്ട് അടുത്ത മീൻ വാങ്ങിക്കാറാണ് പതിവ്. ഇങ്ങനത്തെ മീനാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇവരെന്നെ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തരും. അതിന് കാശൊന്നും കൊടുക്കണ്ട, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവരിവിടുന്ന് കട്ട് ചെയ്യുമ്പോൾ നാട്ടിലെ പോലെയല്ല, ഒരു വട്ടം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിറച്ച് ഉപ്പുപൊടി ഇടും. പിന്നെ അടുത്തത് കട്ട് ചെയ്യും, അതിൻ്റെ മുകളിൽ നിറച്ച് ഉപ്പുപൊടി ഇടും. അങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഈ മീനാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ കൊടുത്താൽ നമുക്ക് അവരത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരും. ഇതിൻ്റെ തലയടക്കം അവർ നമുക്ക് കട്ട് ചെയ്ത് തരും. ഇവിടെ നിന്ന് നമ്മൾ കിങ് ഫിഷാണ് വാങ്ങിക്കാറ്. ഈ ഒരു മാർക്കറ്റ് വരുന്നത് സബ്വേന്ന് ബൈഷിലേക്ക് പോകുന്ന റോഡിലാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. റമദാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാം. യമൻ്റെ സാധനങ്ങളുണ്ട്, പിന്നെ സൗദി അറേബ്യേൻ്റെ സാധനങ്ങളുണ്ട്. ഇവിടെ അജ്നബികൾ കുറവാണ്, സൗദികൾ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഉള്ളത്. ഞങ്ങൾ ഈ മാർക്കറ്റിൽ വരാൻ തന്നെ കാരണം ഇവിടുത്തെ ഫിഷാണ്. നമുക്ക് അവിടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് കിട്ടുന്ന മീൻ കൊള്ളില്ലായിരുന്നു, കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. ഒരുപാട് ദിവസം മുമ്പൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിച്ച് എവിടെയാണ് നല്ലത് കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. ഇവിടെ ഐസിലൊന്നും ഇടാത്ത മീനാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു രാത്രി എങ്ങാനും അവർ പിടിച്ചിട്ട് രാവിലെ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതായിരിക്കും. അത്ര പോലും ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഒന്നാമത് ഞാൻ കോഴിക്കോട് നോക്കി ആയതുകൊണ്ട് തന്നെ ഫിഷൊക്കെ അറ്റ്ലീസ്റ്റ് കണ്ടാൽ അറിയാം നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ കഴിച്ചാലും. സോ എനിക്ക് ഏറ്റവും നല്ലതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇന്നൊരു 9 മണിക്കാണ് നമ്മളവിടെ റീച്ചായത്. ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കറങ്ങി കളിച്ച് ഇപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് തിരിച്ചു പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിലൂടെ സ്ഥലം കണ്ടാൽ വിചാരിക്കും ഉച്ചയ്ക്കൊക്കെയാണെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂട് കൂടിയിട്ടുണ്ട്, ഭയങ്കര ചൂടാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പം തന്നെ ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക.
ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിയിലിരിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചൂടെടുക്കും, നമ്മൾ കരിഞ്ഞു പോകുന്ന പോലെ തോന്നും. അത്രയും ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇനി എനിക്ക് തോന്നി ഈ ഉച്ച സമയത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന്. അത്രയും ചൂടാണ്. നമ്മുടെ റൂമിലാണെങ്കിൽ പൈപ്പിൽ വരുന്ന വെള്ളത്തിനൊക്കെ ഭയങ്കര ചൂടാണ്. രാവിലെ ആണെങ്കിലും ഒരു 10 മണിയൊക്കെ ആയാൽ നല്ല ചൂടുള്ള വെള്ളമാണ് വരെ. നമ്മുടെ നേരെ മുമ്പ് കാണുന്ന ബോർഡാണ് അൽബേക്കിൻ്റെ. ഈ അൽബേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റിയിട്ടില്ല. ഫ്രൈഡേയിലാണ് ലീവ് വരുന്നത്. അന്ന് രാവിലെയൊക്കെ നല്ല ഉറക്കമായിരിക്കും. അതുകൊണ്ട് ഇതുവരെ പോയിട്ടില്ല. ഞാൻ വേറൊരു ദിവസം പോയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. ഈ റോഡിന് കുറച്ചുകൂടെ വന്നാൽ നമ്മുടെ ഫ്ലാറ്റിലെത്തി. ഇവിടെ ഒന്നും കുഴപ്പമില്ല. അവിടെ റോഡ് പണി ആയതുകൊണ്ട് ഒരു വാഹനങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാൻ